കാവില് വിളക്ക് വെക്കാൻ പോവാ. പണ്ട് അച്ചാച്ചൻ്റെ അച്ഛന് ഈ സ്ഥലം കിട്ടുന്ന സമയത്ത് ഒരു പാമ്പുകാവ് ഉണ്ടായിരുന്നു അവിടെ. കാവ് എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പ്ലേസ് ഒന്നുമല്ല. ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ പാമ്പുകാവ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് പാതിരക്കുന്നത്ത് മന. അവിടെ നിന്ന് ആളുകൾ വന്നിട്ടാണ് ഇവിടെ പൂജ നടത്താറ്. അവർ പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പൂജയുടെ സമയത്ത് മാത്രമാണ് ഇവിടെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കാറുള്ളൂ. അതുവരെ ഇതിങ്ങനെ അവരുടെ ഇഷ്ടത്തിന് കാട് പിടിച്ച് കിടക്കണം. ചെരുപ്പൂരിട്ട് അവിടെ തമ്പാട്ടിയുടെ അടുത്ത് ചെരുപ്പൂരിട്ട് വേണം വരാൽക്കാം. ചെരുപ്പൂര് ചെരുപ്പൂര് ഇറ്റ് ഈസ് ഓക്കേ. കോക്രോച്ച് അല്ല, തമ്പാട്ടിന് പ്രാർത്ഥിക്കും. നാട്ടിൽ വന്നാൽ ആദ്യം നമ്മൾ വീട്ടിലുള്ള ദൈവങ്ങളെ കാണണം. അത് കഴിഞ്ഞ് നാട് കാക്കുന്ന ദേവീനെ കാണണം. അതിനുള്ള പോക്കാണ്. അമ്രു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓട്ടോയിൽ കയറിയപ്പോൾ തൊട്ട്. അമ്മമ്മയുടെ കൈയും പിടിച്ചുള്ള പോക്ക് തട്ടകത്തമ്മയായ ആര്യങ്കാവിലെ അമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ. ഇതാണ് അമ്പലം. അവിടെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോർണിങ്ങിനേക്കാളും ഈവനിങ് ഒരു വൈബ് തന്നെയാണ് അമ്പലങ്ങളിൽ പോകാൻ. നമ്മൾ ഈ കയറുന്നത് ആക്ച്വലി ബാക്കിൽ കൂടെയാണ്. ഇവിടെ ആയിരുന്നു ഇത്രേ ആദ്യത്തെ എൻട്രൻസ്. പിന്നെ പല കഥകളും ഉണ്ട്. എൻട്രൻസ് മാറ്റിയതിനെ തുടർന്ന് പിന്നെ ഈ നേരെ പോകുന്നത് ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഈ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി നമുക്ക് ഈ കവളപ്പാറ കൊട്ടാരം കാണാം. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ഇതുള്ളത്. കൊട്ടാരത്തിൻ്റെ ക്ഷേത്രമായിരുന്നു ഈ ശിവക്ഷേത്രം. ഇവിടെ വരുമ്പോൾ ഉള്ളൊരു വൈബ് അത് ഭയങ്കര ഡിഫറെൻ്റാണ്. ഞാൻ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും വന്നിരുന്ന അമ്പലമായിരുന്നു ഇത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4-5 കൊല്ലം മുന്നേ വരെ ഇവിടെ ധാരയ്ക്കും പുഷ്പാഞ്ജലിക്കൊക്കെ 1 രൂപ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ അമ്പലം ഭയങ്കരമായിട്ട് വികസിച്ചു കേട്ടോ. ബാക്കിൽ വലിയൊരു അമ്പലക്കുളവും പുറത്ത് 2-3 പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ അമ്പലത്തിൽ ഉള്ളിൽ കയറിയിട്ട് തൊഴുതിട്ട് പുറത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണിത്. അമ്പലത്തിൽ തൊഴുകുന്ന സമയത്ത് എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന പരിപാടി അത്രയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി തൊഴുകുന്നൊന്നും ഞാൻ വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ടില്ല. ശിവക്ഷേത്രത്തിലും കൂടെ തൊഴുത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട് നല്ല രീതിക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നു.